വെൽക്കം ഓൾ ഓഫ് യു ടു അവർ ചാനൽ എവരി ടെക് ഹബ്. ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസാണ് ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഡിവൈസസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ. ദാറ്റ് ഈസ് ട്രബിൾ ഷൂട്ടിംഗ്, ദാറ്റ് ഈസ് റീപ്ലേസിംഗ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസസ്, അപ്ഗ്രേഡിംഗ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസസ്, റെക്ടിഫൈയിങ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസസ്, റീപ്ലേസിംഗ് ദ പാർട്സ് ഓഫ് ദ ഡിവൈസ്. ഇതിനോട് കണക്റ്റായിട്ടുള്ള വീഡിയോസ് ആയിട്ടുള്ള ആണ് ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഞങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ടു ഗെറ്റ് ദ മോർ നോട്ടിഫിക്കേഷൻസ്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് RO ഫിൽറ്റർ, കിൻസ്കോയുടെ RO ഫിൽറ്ററാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് എൻ്റെ RO മെംബ്രെയിൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്ക്രൂ ഊരിയിട്ട് എൻ്റെ കവർ മാറ്റി കഴിയാം. അത് ഇതിൽ കുറേയധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് വന്നത് ഇവിടെ ഇതഴിക്കുമ്പോഴേക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഒന്ന് ജനറലായിട്ടൊന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് വരുന്നത് ഇതാണ് ഇൻലെറ്റ്. ഈ സെഡിമെൻ്റ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഇൻലെറ്റ് വന്നിട്ട് ഫസ്റ്റ് ഒരു കാർബൺ ഫിൽറ്ററിലേക്ക് കയറും. അവിടെ നിന്ന് കോപ്പർ ഫിൽറ്റർ, പിന്നെ ഒരു കാർബൺ ഫിൽറ്റർ ഉണ്ട്, പിന്നെ UV അൾട്രാവയലറ്റ് ഫിൽറ്റർ, അൾട്രാവയലറ്റ് രശ്മികൾ ഈ വെള്ളത്തിലൂടെ കടത്തി വിടുന്നുണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ RO മെംബ്രെയിൻ ഉണ്ട്. RO മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ്. അതാണ് എല്ലാ ഫിൽറ്ററും അങ്ങനെയല്ല, ഇത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പമ്പാണ്, അതിനകത്തൊരു പമ്പ് ഇരിപ്പുണ്ട്. എന്താ ഇവിടെ ഒരു പമ്പുണ്ട്, 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നൊരു പമ്പ് ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ, ഇതിൻ്റെ വോൾട്ടേജ് കുറക്കാനുള്ള ഒരു അഡാപ്റ്റർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അഡാപ്റ്റർ ഇരിപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്നത് ഒരു അൾട്രാ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അൾട്രാ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളമാണ് ലാസ്റ്റ് ഈ വരുന്ന ടാങ്കിലേക്ക് വന്ന് വീഴുന്നത്. ഈ ടാങ്ക് നിറയുമ്പോൾ ഇതൊരു ഫ്ലോട്ട് സ്വിച്ചാണ്. ഫ്ലോട്ട് സ്വിച്ച്, ഒരു ഫ്ലോട്ട് വന്നിങ്ങനെ തള്ളുമ്പോൾ ഈ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഈ സോളിനോയിഡ് വാൽവിലേക്കുള്ള വെള്ളം അത് കട്ട് ചെയ്യും. കണ്ടോ, ഈ വാൽവ് ഇത് ഓഫാക്കും. പിന്നെ ഈ മോട്ടർ ഓഫാക്കും. അപ്പോൾ ഫുള്ള് നിറയും. ഇവിടം വരെ വരും, ഫുള്ള് നിറയും. ഉണ്ടോ, ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കും. പിന്നീട് നമ്മൾ ഇത് തുറന്ന് വെള്ളത്തിൻ്റെ ലെവലിൽ താഴേക്ക് വരുമ്പോൾ വീണ്ടും ഫ്ലോട്ട് താഴത്തോട്ട് വീണ് വീണ്ടും ആണ്. അങ്ങനെയൊന്നും എപ്പോഴും ഫുള്ളായിട്ട് വെള്ളം ഇതിൽ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇതിൽ വളരെ സ്ലോയിലേ വരുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. അഥവാ ഈ മോട്ടർ ഓഫായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വാൽവ് കട്ടായില്ലെങ്കിൽ, ഇതിലൂടെ വെള്ളം നിറഞ്ഞു വന്ന് ഈ ടാങ്ക് ഓവർഫ്ലോ ആയി പുറത്തേക്ക് പോലും മോട്ടർ നിൽക്കില്ല, കറണ്ട് വെറുതെ വേസ്റ്റ് ആവുകയും ചെയ്യും. അതാണ് ഇത്. പിന്നെ അതിനകത്ത് ഒരു കോപ്പർ ഫിൽറ്റർ ഉണ്ട്. ഇത് കോപ്പർ, എൻ്റെ കോപ്പറല്ല ശരിക്കും, അതിനകത്ത് അതിൻ്റെ സൾഫേറ്റ് അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഗ്രാന്യൂൾസാണ്. ഇതെല്ലാം ഗ്രാന്യൂൾസാണ്. ഇതിൽ ഒന്നുമില്ല, വെറുതെ മെംബ്രെയിൻ ഒരു ഷീറ്റ് ഇങ്ങനെ റോൾ ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നു. മൈക്രോ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളവും ഇതിനകത്ത് കൂടി പോകാൻ പറ്റില്ല. ലൈറ്റ് സോഫ്റ്റ് വാട്ടർ ഇതിനകത്ത് പോകുമ്പോഴുള്ളൂ. ഹാർഡ് വാട്ടർ ഇത് റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടും. അതാണ് ഈ ലൈൻ, താഴെ കാണുന്ന ഈ ലൈൻ പുറത്തേക്ക് വിടും. അത് ഈ സിങ്കിലൂടെ പുറത്തേക്ക് പോകും. ഇത് സാധാരണ വല്ല ചെടി നനക്കാനോ മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് വളരെ ബാക്ടീരിയയും ഇമ്പ്യൂരിറ്റീസും മറ്റുള്ള മിനറൽസൊക്കെ ഉള്ള ഒരു വാട്ടറായിട്ട് അത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അതാണ് ഇത്. ഇത് 7 സ്റ്റേജ് ഫിൽറ്ററാണ് ഈ പറയുന്നത്.
7 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇതൊന്ന്, പിന്നെ ഇവിടെ 1 2 3 4 5 6 7 എന്താ 7 സ്റ്റേജ് ഫിൽറ്റർ വന്നപ്പോൾ ഇത് ഒന്നാമത്തെ പ്രീ ഫിൽറ്റർ, അതിനുശേഷം 2 3 4 5 6 പിന്നെ ലാസ്റ്റത്തെ ഇത് 7, അങ്ങനെ 7 ഫിൽറ്റർ ഇതിലുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഇത് കഴിക്കുന്നതെന്നാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാണ്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഈ മെംബ്രെയിൻ മാറ്റാനായിട്ട്, ഈ കാണുന്ന ഏറ്റവും വലുതാണ് മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ്റെ ഇൻലെറ്റ് ഇതാണ്. ഈ മെംബ്രെയിൻ്റെ ഇൻലെറ്റിൽ കൂടെ വെള്ളം അതിൽ നിന്ന് പമ്പ് ചെയ്ത് വന്ന് ഇതിൻ്റെ മെയിൻ വന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ബാക്കി ഈ സൈഡിൽ 2 ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൽ ഒരു ഔട്ട്ലെറ്റാണ് നമുക്ക് പുറത്തേക്ക് വേണ്ടാത്ത വെള്ളത്തിനെ തള്ളി നീക്കുന്നത്. അതായത് ഈ കാണുന്ന ഇതാണ് മെംബ്രെയിൻ പുതിയത്. ഈ കാണുന്ന വെള്ളം ഇതിലൂടെ കയറത്തില്ല, ഇതിലൂടെ വന്ന് ഇങ്ങനെ റോൾ ചെയ്ത് ഈ ട്യൂബിലൂടെ വന്ന്, ഇത് ഹോളാണ്, ട്യൂബിലൂടെ വന്ന് ഇതിലൂടെ പോകും. പക്ഷേ ഈ പോകുന്ന വെള്ളം ഒരിക്കലും ഈ ഇതിൻ്റെ കണ്ടെയ്നറിലോട്ട് ലീക്ക് ആവരുത്. ഇവിടെ ഓവറിങ് ഇട്ട് ടൈറ്റാക്കി വെച്ചിരിക്കുക. പിന്നെ ഇതിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്ത കട്ടിയുള്ള വെള്ളമാണ് ഇതിലൂടെ വന്ന് പുറത്തേക്ക് പോകുന്നത്. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇത് എല്ലാ ഫിൽറ്ററും അങ്ങനെയല്ല, അത് ഗ്രാവിറ്റി ഫിൽറ്ററാണ്. അതിനും പമ്പൊന്നും ആവശ്യമില്ല. വെറുതെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ഫിൽറ്റർ ഉണ്ടാവും. ഒരു കാർബൺ ഫിൽറ്ററും ഒരു ഫ്രീ ഫിൽറ്ററും ഉണ്ടാവും. അത് അങ്ങോട്ട് പോകും. അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇതഴിക്കാനായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് പോരും. അതിനുശേഷം ഇതിങ്ങനെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് അഴിക്കാണ്ടിരിക്കാനാണ്. ഇതിങ്ങനെ അതൊക്കെ തിരിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു സീലിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ ഗ്യാസ്കറ്റ് ഇവിടെ ഉണ്ട്, ഡോറിങ്. എന്നിട്ട് ഒരു പ്ലെയർ വെച്ചിട്ട് വലിക്കണം. കൈ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതാണ് പഴയ ഫിൽറ്റർ. സെയിം തന്നെ. ഇതിൽ ചില ആളുകൾ ഇതിൻ്റെ കവറ് ഊരികളയും. കവർ ഊരാൻ പാടില്ല. കവർ ഊരി ഇതിൻ്റെ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ഈ മെംബ്രെയിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറാണിത്. ഇത് കളയരുത്. ഉണ്ടാ ഇതിങ്ങനെ ഒരു പായ തരത്ത് വെച്ചിരിക്കുന്നത് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ റോൾ ചെയ്ത് വെള്ളം ഇങ്ങനെ വരുമ്പോഴാണ് വന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോകും. അതാണ് നല്ല വെള്ളം. അതിൽ കൂടി പോകാൻ പറ്റാത്ത വെള്ളം ഈ സൈഡിൽ കൂടി വരും. അതാണ് മോശം വെള്ളം, ഹാർഡ് വാട്ടർ. അപ്പോൾ അത് മാറ്റി അതിനുശേഷം പുതിയതെടുക്കുമ്പോൾ അതിൻ്റെ ഓവർ നനച്ചു കൊടുക്കണം, ഒന്ന് പുഷാൻ വേണ്ടി. എന്നിട്ടത് ഇതിനകത്തേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സീറ്റായി. ശരിക്കും പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൂട്ടാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഈ ക്യാപ്പ് നല്ല ടൈറ്റിലടക്കണം. അടച്ചതിന് ശേഷം ഈ പൈപ്പ് വെറുതെ പുഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ലോക്കായി. വേറെ ഒന്നുമില്ല. ഇത് ഇങ്ങോട്ട് പുറത്തോട്ട് വരും. അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ലോക്ക് പുറത്തേക്ക് വീഴും. അഴിക്കണമെങ്കിൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിച്ചാൽ അഴിഞ്ഞു വരും. അപ്പോൾ ഇത് ഇവിടെ ഇതായി. ഇത് എല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പവർ ഊരിയിടണം. പിന്നെ സപ്ലൈ ആദ്യമേ ഊരിയിട്ടിട്ട് വേണം ബാക്കി. പിന്നെ അവിടുത്തെ മെയിൻ വാൽവ് അത് കൂട്ടണം. എന്നിട്ട് വേണം ഇത്. അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറി വെള്ളം ലീക്കായതില്ല, നശിച്ചു.
ഇങ്ങനെയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വെച്ച് കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂർ നേരം ഇത് ഫ്ലഷ് ചെയ്താലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ വരുന്ന വെള്ളം കംപ്ലീറ്റ് 1 മണിക്കൂർ നേരം പിടിച്ചത് കളയണം. അത് ഉപയോഗിക്കരുത്. കാരണം പുതിയ ഫിൽറ്റർ ആകുമ്പോൾ അതിനകത്ത് കുറേയധികം ഇമ്പ്യൂരിറ്റീസ് അതിൻ്റെ മെംബ്രെയിനിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ പുതിയ മെറ്റീരിയലിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ ഫ്ലഷ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ ഈ ഫിൽറ്റർ എല്ലാ വർഷവും ഓരോ വർഷം കൂടുമ്പോൾ ഇത് മാറ്റണം. ഈ ഫിൽറ്റർ എല്ലാ ഫിൽറ്ററും മാറ്റണം. ഇത് വെള്ളം വരാണ്ട് സ്റ്റക്കായതുകൊണ്ട് ഇപ്പോൾ മാറ്റിയതാണ്. വെള്ളം കുറവ് വരുന്നതുകൊണ്ട് മാറ്റിയതാണ്. അത് ഇവിടെയൊക്കെ എല്ലാം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഇതൊക്കെ ഇതിൻ്റെ വെള്ളത്തിലുണ്ടാകുന്ന മിനറൽസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് വരുന്നതാണ് യൂസ് ചെയ്ത് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോസും കാണാൻ പറ്റുന്നതാണ് പുതിയത്. ഓക്കെ, താങ്ക് യു.